സീഫിനെ പറ്റി പറയുമ്പോൾ തുടക്കം തൊട്ട് ഒരേ ഒരു എനർജി കീപ്പ് ചെയ്യുന്നുണ്ട്. വോട്ടർമാരും അതേ ഒരു ഊർജ്ജം കാണിക്കുന്നുണ്ടോ? തീർച്ചയായും പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ അപ്പം വോട്ടർമാരുടെ എനർജി നിങ്ങൾക്ക് കൂടി പരിശോധിക്കാൻ പറ്റുമല്ലോ. നിങ്ങൾ സർവേ നടത്തുന്ന വേറെ ടീമും എന്നാൽ നിങ്ങൾ ഫീൽഡിലുള്ളവരുമാണല്ലോ. നിങ്ങൾ കാണുന്നില്ലേ വോട്ടർമാരുടെ ഒരു പ്രതികരണം, നമ്മളോടുള്ള ഒരു പ്രതികരണവും സ്നേഹവും ഒക്കെ. എനിക്ക് തോന്നുന്നു വലിയ ഒരു പിന്തുണ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഈ മലപ്പുറം മണ്ഡലത്തിലുണ്ട്. വലിയ വോട്ടിംഗ് ശതമാനം ഞങ്ങൾക്ക് അനുകൂലമാകും. ഞാൻ നേരത്തെയും പറഞ്ഞു ചാനലിലൂടെ 1,00,000 വോട്ടിന് ഞാൻ വിജയിച്ചാൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല. വസീഫ് അവിടെ 1,00,000 എന്ന് പറയുമ്പോൾ ഇന്ന് രാവിലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കണക്കാന്ന് പറയുന്ന മലപ്പുറത്ത് രണ്ട് കിടക്കും, പൊന്നാനിയിൽ 1.5 2 ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. KPA മജീദ് മലപ്പുറത്ത് തോറ്റ സമയത്ത് തൊട്ട് മുമ്പ് നിങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തോട് ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക ഇതേപോലെ ആയിരിക്കും, വലിയ ഭൂരിപക്ഷമായിരിക്കും. കുറ്റിപ്പുറത്ത് അദ്ദേഹം തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ ചോദിച്ചിരുന്നാൽ ഇതൊന്നും ഇളക്കാൻ പറ്റാത്ത കോട്ടയാണ്. പറഞ്ഞ ഓർമ്മയില്ല അന്ന് KT ജലീൽ കുറ്റിപ്പുറത്ത് ഇതേ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ മലർത്തിയടിച്ചത് ഓർമ്മയില്ലേ? അതേ സാഹചര്യം ഉണ്ടാവും ഇവിടെയും. എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് അല്പം വിയർക്കേണ്ടി വന്നു എന്ന് മാതൃഭൂമി സമ്മതിക്കുമല്ലോ. മലപ്പുറത്ത് അവർ ഈ പറയുന്ന ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് അവർ ഇങ്ങനെയാണോ ഇറങ്ങുക? നന്നായിട്ട് ഫീൽഡിൽ ഇറങ്ങേണ്ടി വന്നില്ലേ? സാധാരണ എങ്ങനെയാണോ അവരാരെങ്കിലും സ്ഥാനാർത്ഥിയെ നിർത്തി അവരവരുടെ പാട്ടിന് പോകുന്ന രീതിയല്ലേ ഉണ്ടാകുക? ഇപ്പം അതല്ലല്ലോ. അവർക്ക് വർക്ക് ചെയ്യേണ്ടി വന്നല്ലോ, ഗ്രൗണ്ട് ടു എർത്ത് അവർ വരേണ്ടി വന്നു. ഒരു കാര്യം കൂടി, ഈ പൊന്നാനിയിൽ ഈ പോളിംഗ് ശതമാനം കുറവാണ്, താരതമ്യേന മറ്റു മണ്ഡലങ്ങളെ താരതമ്യേന കുറവാണ്. അപ്പോൾ രണ്ട് തരത്തിൽ അത് പറയുന്നുണ്ട്. ഇപ്പോൾ ഇടത് കേന്ദ്രങ്ങളിലാണ് വോട്ടിംഗ് കുറവ്, മറുഭാഗത്ത് ലീഗിന്റെ ഒരു സമസ്ത ബഹിഷ്കരണം എന്ന രീതിയിലും അത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് അത്? നമുക്കത് കഴിയട്ടെ. ഇപ്പോൾ ഇന്നൊന്നത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇവിടെ ഒരു മുസ്ലിം കേന്ദ്രമാണല്ലോ. അപ്പോൾ ആ വെള്ളിയാഴ്ച ജുമയുടെ ഒരു പ്രശ്നമുണ്ട്. അത് ബിഫോർ ജുമ പരമാവധി ഏർലി മോർണിംഗ് ആളുകൾ വരും. അത് കഴിഞ്ഞാൽ ഈ ജുമയ്ക്ക് ശേഷമായിരിക്കും ആളുകൾ വരിക. അപ്പോൾ അത് വന്നതിന് ശേഷമായിരിക്കും നമ്മൾ അതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷനിലേക്ക് പോകാൻ പറ്റും. അത് അല്ലാതെ ഇപ്പേ നമ്മൾ അതിനെക്കുറിച്ച് വെറുതെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ അതിനോട് കാര്യമില്ല. വസീഫ് എന്തായാലും വലിയ പോസിറ്റീവാണ്. ഞാൻ വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഈ മലപ്പുറത്ത് ഇടതുപക്ഷം ജയിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. ആ പ്രതീക്ഷ ഞാൻ ഇതുവരെ കൈവിട്ടിട്ടില്ല. തുടക്കം മുതൽ ഒരേ എനർജി കീപ്പ് ചെയ്യാണ് വസീഫ്, അതേ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ്. അതെ തീർച്ചയായിട്ടും.